കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് നോഹ സദോയും അതോടൊപ്പം തന്നെ അഡ്രിയാൻ ലൂണയും എന്ന് പറയുന്നത്. ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എത്രമാത്രം മികച്ച പ്രകടനം കഴിഞ്ഞുപോയ സീസണുകളിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞുപോയ സീസണിലായിരുന്നു ഇദ്ദേഹത്തെ, അതായത് നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 1.5-2 വർഷത്തേക്കും കൂടി കോൺട്രാക്റ്റ് നിലവിൽ നിൽപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ടീം വിട്ടു പോകുമോ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഏകദേശം കുറഞ്ഞ തരത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതേ സാഹചര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL-ൽ 4 സീസൺ, ISL-ൻ്റെ 8ാം സീസണിലും 9ാം സീസണിലും 10ാം സീസണിലും 11ാം സീസണിലും ഒരേപോലെ ബൂട്ടണിയിട്ടുള്ള താരമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇടയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന പരിക്കുകൾ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എടുത്ത് പറയേണ്ടതാണ്. വരുവാണ്ട് പോകുന്ന ISL സീസണിൽ ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവുമെന്ന് തന്നെയായിരുന്നു ഇത്രയും നാൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന വാർത്തകൾ വെച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ കോൺട്രാക്റ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് താരങ്ങളും ടീം വിടില്ല എന്ന് തന്നെയായിരുന്നു ഒട്ടുമിക്ക ആരാധകരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇടയ്ക്കും പല വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുന്നു, ലൂണയ്ക്ക് വേണ്ടി പല ക്ലബ്ബുകൾ രംഗത്തുണ്ട്, അതോടൊപ്പം തന്നെ നോഹ സദോയ്ക്ക് വേണ്ടിയും പല ക്ലബ്ബുകൾ നിലവിൽ രംഗത്തുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേട്ട് വരുന്നുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് കമൻറ്റേറ്റർ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക, മികച്ച രണ്ട് താരങ്ങളായിട്ടുള്ള നോഹ സദോയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ അഡ്രിയാൻ ലൂണയ്ക്ക് വേണ്ടിയും ISL ടീമുകൾ തന്നെ നിലവിൽ രംഗത്തുണ്ട് എന്ന തരത്തിലായിരുന്നു ആ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലൂണയെ ടീമിലേക്ക് എത്തിക്കുവാൻ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പല ടീമുകളും അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ, അതായത് പല ISL ടീമുകളും അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നതിന് ശേഷവും ആദ്യത്തെ സീസൺ, അതായത് 8ാം സീസൺ അവസാനിച്ചതോടുകൂടി തന്നെ FC ഗോവ, മുംബൈ സിറ്റി FC തുടങ്ങിയ ടീമുകൾ ഇദ്ദേഹത്തെ സൈൻ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നതാണ്. സോ എങ്കിൽ പോലും ഇദ്ദേഹം ആ ഒരു ക്ലബ്ബുകളിലേക്കൊന്നും അവർ നൽകിയ ഓഫറുകളൊന്നും തന്നെ സ്വീകരിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2 തവണയാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതുക്കിയിട്ടുണ്ടായിരുന്നത്. 2024 വരെയും ആദ്യത്തെ ഒരു കോൺട്രാക്റ്റും പിന്നീട് 2027 വരെ ആ ഒരു കോൺട്രാക്റ്റ് നീട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ എങ്കിൽ പോലും നിലവിൽ കമൻറ്റേറ്ററായിട്ടുള്ള ഷൈജു ദാമോദരൻ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് എന്താ പറയുക, മുംബൈ സിറ്റി FCയും FC ഗോവയും നിലവിൽ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞുപോയ ഒരു ISL സീസണിൽ ടീമിലേക്ക് എത്തുകയും ഒറ്റ സീസൺ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തന്നെ വൺ ഓഫ് ദി സ്റ്റാർ പ്ലെയറുകളിൽ ഒന്നായിട്ട്, ഐക്കോണിക് പ്ലേയേഴ്സിൽ ഒരാളായിട്ട് മാറുവാനായിട്ട് സാധിച്ചൊരു താരമാണ് നോഹ സദോ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം എല്ലാ ടൂർണമെൻറ്റുകളിലും അദ്ദേഹത്തിന് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഇതിൽ ഷൈജു ദാമോദരൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ, അതായത് നോഹ സദോയെയും ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ബംഗളൂരു FC ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബംഗളൂരു FC സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റൈറ്റ് വിങ് പൊസിഷനിൽ കളിക്കുവാനായിട്ട് റയാൻ വില്യംസ് എന്ന് പറയുന്ന ഒരു മികച്ച താരമുണ്ട്. ഇനി അവർക്ക് ലെഫ്റ്റ് വിങ് നോഹ സദോയും കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടീം എത്രമാത്രം ശക്തി പ്രാപിക്കും എന്നൊരു കാര്യം പറയുവാനായിട്ട് സാധ്യതയില്ല. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് താരങ്ങളെ നിലവിൽ പല ISL ടീമുകളും റാഞ്ചാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഷൈജു ദാമോദരൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ കോൺട്രാക്റ്റ് ഈ ഒരു താരങ്ങൾക്കുണ്ട്. അതായത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ രണ്ട് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മികച്ച അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫർ ഫീ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ടീമുകൾ നൽകേണ്ടതായിട്ട് വരും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനും ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേയേഴ്സിൻ്റെ ഡിസിഷൻ പോലെ തന്നെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ എന്നും നമുക്ക് അറിയാവുന്നതാണ്. സോ നല്ലൊരു ട്രാൻസ്ഫർ ഫീ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ മനം മാറിയേക്കാം. പക്ഷേ എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക, താരങ്ങളുടെ തീരുമാനങ്ങളും ഇതിൽ ഒരുപോലെ തന്നെ സ്വാധീനിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം,
ഹോർഗെ പെരേര ഡൈസിൻ്റെ കാര്യമൊക്കെ തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് അതിന് ഉള്ള ഒരു അനുമതി അല്ലെങ്കിൽ ആ ഒരു കാര്യം നടത്തിയില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിന് മറ്റ് ISL ക്ലബ്ബുകൾ തേടേണ്ടി വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ അങ്ങനെ ഈ രണ്ട് താരങ്ങളുടെ പേരിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ രണ്ട് താരങ്ങൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കരാറുള്ള സാഹചര്യത്തിൽ തുടരുവാൻ തന്നെയാണ് സാധ്യതകൾ. എങ്കിൽ പോലും പല ISL ക്ലബ്ബുകളും ഈ രണ്ട് താരങ്ങളെയും ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നിർത്താതെ തന്നെ തുടരുന്നു എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്.